ദൈവത്തിൻ്റെ അതിവസനാമം മഹത്വം കൊടുക്കട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം എപ്പോഴും കൂടെയുണ്ട്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന എൻ്റെ തുടർചിന്തകളിലെ 4ാമത്തെ പ്രോഗ്രാമാണ് ഇന്ന്. കഴിഞ്ഞ 3 പ്രോഗ്രാമുകളിലൂടെ അല്ലെങ്കിൽ 3 വീഡിയോകളിലൂടെ നമ്മൾ തമ്മിൽ സംസാരിച്ചു, നമ്മൾ ചിന്തകൾ പങ്കുവച്ചു. പല ചിന്തകളും പുറത്തു വന്ന ശേഷം പലരും എന്നെ വിളിച്ചിരുന്നു. പലരോടും അത് സംസാരിച്ചതായിട്ട് പറയുകയുണ്ടായി. അത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. കാരണം ദൈവത്തിൻ്റെ അതിവസനാമം മഹത്വമെടുക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത അത് എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. നമ്മൾ അവസാന ഘട്ടത്തിൽ ചിന്തിച്ച പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണ് എന്നുള്ള ആ ചിന്ത, അത് ഒരുപാട് പേരോട് ഇടപെടുകയും പലരും എന്നോട് സംസാരിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചില സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയും ആ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. എൻ്റെ ചിന്തകളെ നിങ്ങളോട് ഇടപെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം ഇടപെടട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുന്നവരാകാം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നമുക്ക് പരസ്പരം പങ്കുവെക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടിയുള്ള സമയം ഞാനും കണ്ടെത്താൻ തയ്യാറാണ്. അത് ഞാൻ കണ്ടെത്തുന്നുമുണ്ട്. അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ദൈവം എന്നെ അനുവദിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, കരുതുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന് നമ്മെ കരുതാതിരിക്കാൻ ആവില്ല. നമുക്കറിയാം, ഏകദേശം ലോകത്തിൽ 800 കോടിയോളം ജനങ്ങൾ ഉണ്ടെന്നാണ് പറയുക. ഇനി എത്ര കോടി ജനങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരു വിദേശ രാഷ്ട്രത്തിലേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ വേണ്ടി വിമാനത്താവളത്തിലെത്തിയാൽ വിമാനത്താവളത്തിൽ നമ്മുടെ കണ്ണ് ആദ്യം പരിശോധിക്കും, അല്ലെങ്കിൽ കൈരേഖകൾ പരിശോധിക്കും. അങ്ങനെ ആണ് പോകുന്ന ആൾ അലക്സ് ആണ്, അല്ലെങ്കിൽ മത്തായി കുഞ്ഞാണ്, അല്ലെങ്കിൽ തൊമ്മിക്കുഞ്ഞാണ് എന്ന് ഉറപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ മാറ്റം വരാറില്ല. ഈ 800 കോടി ജനമുണ്ട് എന്ന് പറയുന്ന ജനങ്ങൾ എല്ലാവരും വിമാനത്താവളത്തിൽ ചെന്നാലും അവരെ തിരിച്ചറിയുന്നത് ഈ രേഖകൾ വെച്ച് തന്നെയാണ്. അവൻ്റെ കണ്ണ് പരിശോധിക്കും, അല്ലെങ്കിൽ കൈരേഖ പരിശോധിക്കും. അപ്പോൾ മനസ്സിലാക്കി, ഈ 800 കോടി ജനങ്ങളുടെയും കൈരേഖകളോ അല്ലെങ്കിൽ കണ്ണിലെ അടയാളങ്ങളോ പരസ്പരം ചേരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എല്ലാവർക്കും വ്യത്യസ്തമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കി, ഈ ഇത്രയും ജനങ്ങളുടെ മുഴുവൻ കൈരേഖ അല്ലെ കണ്ണിലെ രേഖ ഒക്കെ മാറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ, അത് അങ്ങനെ സൃഷ്ടിക്കുന്ന ഒരു ദൈവം എന്തുമാത്രം ശക്തനാണെന്നും എന്തുമാത്രം അത്ഭുതം ഉള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ ദൈവം നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. എന്തുമാത്രം കരുതുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിൽ മക്കളുണ്ടാവും. റോസി ഉണ്ടാവും, റിയന ഉണ്ടാവും, തോമസ് ഉണ്ടാവും, ഉലഹന്നാൻ ഉണ്ടാവും, ജോർജ് ഉണ്ടാവും, തൊമ്മിക്കുഞ്ഞുണ്ടാവും. ഇവരൊക്കെ നമ്മളെന്താ വിളിക്കുക? പേര് വിളിക്കും അല്ലേ? നമ്മളൊക്കെ പേര് വിളിച്ചിട്ടാണ് അറിയുന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെയൊക്കെ പേരറിയാം എന്നുള്ളതിനൊപ്പം തന്നെ കർത്താവ് ഇത്രയും ആളുകളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ വേർതിരിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ള, ഓരോ വ്യക്തിയെ ഓരോ വ്യക്തിയായിട്ട് തന്നെ വേർതിരിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണത്. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കർത്താവിൻ്റെ അത്ഭുതകരമായ ഒരു കരുതൽ തന്നെയാണ് അവിടെ നടക്കുന്നത്. ദൈവത്തിൻ്റെ ദിവസം നാം മഹത്വം. കരുതുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മളിപ്പോഴും പറയുന്നത്. നമുക്കറിയാം, കൂടെ കൊണ്ടു നടന്ന കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ മരണത്തിൻ്റെ ശേഷം അവരാകെ പതറിപ്പോയി. അവർ ചിന്തിച്ചു, ഇനി നമ്മളെ നയിക്കാൻ ആരുമില്ല, ഇനി എന്തായിരിക്കും ചെയ്യുക അല്ലേ? തീർച്ചയായിട്ടും ശിഷ്യന്മാരുടെ ഉണ്ടായ ചിന്തകൾ തന്നെയാണ്. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, കർത്താവിനോട് ഇത്രയൊക്കെ ചെയ്തെങ്കിൽ ഈ യഹൂദന്മാർ നാളെ നമ്മളോട് എന്തൊക്കെ ചെയ്യില്ല എന്നുള്ളൊരു ചിന്ത അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തി. ഏതായാലും
ഈ ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വീടൊക്കെ അടച്ച് അവർ അകത്ത് ഇരിപ്പായി എന്നാണ് വചനം പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 19 വാക്യത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. എന്നാൽ വാഗ്ദാനം ചെയ്തത് കർത്താവാണെന്നും ആ കർത്താവ് ഇനിയും നടത്തും എന്ന് കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു സത്യവുമാണ്, സങ്കടകരവുമാണ്. അവർ അവരുടെ പഴയ തൊഴിലിലേക്ക് തന്നെ മടങ്ങി എന്ന് തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് കർത്താവിൻ്റെ മരണശേഷമുള്ള സംഭവവികാസങ്ങളിൽ നമുക്ക് പറയാം. അവർ വീണ്ടും മീൻ പിടിക്കാൻ പോയി എന്നുള്ളതാണ് പറയുന്നത്. അവർക്ക് മീനൊന്നും ലഭിച്ചില്ല എന്ന് വചനം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് കർത്താവ് ഇല്ലാതെ പോയാൽ ഒന്നും ലഭിക്കില്ല എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ദേവദാസന്മാർ അല്ലെങ്കിൽ പല ദൈവചിന്തകളും പറയുന്നുണ്ട്. ഏതായാലും ഒരു മീൻ പോലും ലഭിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞവരോട്, നിങ്ങൾ വലയും പടവും ഒക്കെ ഉപേക്ഷിച്ചിട്ട്, വള്ളവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എൻ്റെ കൂടെ പോരെ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നാണ് കർത്താവ് അവരോട് സംസാരിച്ചത്, അല്ലേ? മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് കർത്താവ് അവരോട് സംസാരിച്ചു എന്ന് വചനം പറയുന്നു. ഈ വാഗ്ദാനത്തേക്ക് മറന്നിട്ടാണ് ശിഷ്യന്മാർ തങ്ങളുടെ പഴയ തൊഴിലിലേക്ക് കടന്നു പോയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്. വിശ്വാസികളാണ് എന്ന് പറയുകയും കർത്താവ് ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും തിരിഞ്ഞ് അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാം, ഒരു കാരണവശാലും അവിടെ വിജയം ലഭിക്കുകയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ അവിടെ കർത്താവ് വിശ്വാസികളാണെന്ന് പറയുകയും കർത്താവ് പിൻപറ്റുന്നവരാണെന്ന് പറയുകയും വീണ്ടും തിരിഞ്ഞ് തങ്ങളുടെ ഒഴിവാക്കിയ കാര്യങ്ങൾ, കർത്താവ് ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വീണ്ടും തിരിഞ്ഞ് പോകുമ്പോൾ, അല്ലെങ്കിൽ അത് അന്വേഷിക്കുമ്പോൾ അതിനകത്തൊരു വിജയം ലഭിക്കുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇവരുടെ ഈ സംഭവങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. അവിടെ നമുക്ക് വീണ്ടും പറയുന്നത് എന്താ? യേശു കരയിൽ നിന്ന് ശിഷ്യന്മാരോട് വിളിച്ചു ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ഇല്ല എന്നാണ് ശിഷ്യന്മാരുടെ മറുപടി, അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം, ഉപജീവനത്തിനായിട്ട് വളരെയേറെ വിദഗ്ധന്മാരായ മീൻപിടുത്തക്കാരാണ് അവർ. കാലങ്ങളായിട്ട് മീൻ പിടിക്കുന്ന ആളുകൾ തന്നെയാണ്. വളരെയേറെ വിദഗ്ധന്മാരായ ഒരു മീൻപിടുത്തക്കാർ തന്നെയാണ് ശിഷ്യന്മാരിൽ പലരും, അല്ലേ? അപ്പോൾ അവർക്ക് ഒരു ഭക്ഷണം പോലും, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷിക്കാനുള്ള ഒരു കുഞ്ഞു മീൻ പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അവിടെ എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് തുടർന്ന് അവരോട് പറയാണ്, നിങ്ങൾ വലത്ത് ഭാഗത്ത് വലയിറക്കുക. തുടർന്ന് നമുക്കറിയാം ധാരാളം മീൻ ലഭിച്ചു. അത് മാത്രമല്ല, കരക്കിറങ്ങിയ ശിഷ്യന്മാർ കണ്ടതെന്താ? കനലിന്മേൽ വെച്ചിരിക്കുന്ന മീനും അപ്പവും അവർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് ക്ഷീണിച്ച അവർക്ക് ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ലേ? രാത്രി മുഴുവൻ അവർ വളരെ ശ്രമിച്ചു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ എന്നിട്ടും അവർക്ക് മീനുകളൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ കർത്താവിൻ്റെ വചനം വിട്ട് പോവുകയും കർത്താവിൻ്റെ വാഗ്ദത്തം വിട്ട് പോവുകയും രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടും കർത്താവ് അവരെ കൈവിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് കരുതുന്ന ഒരു ദൈവം. എബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ ദേശക്കാരെയും ചാർച്ചക്കാരെയൊക്കെ വിട്ട് പുറപ്പെടുവാൻ, അല്ലേ? ദൈവം കൽപ്പിച്ചു. എബ്രഹാം പുറപ്പെട്ടു. ദൈവം വിളിച്ച് മാറ്റിയവനെ, അതായത് ദൈവമാണ് പറയുന്നത് പുറപ്പെട്ടോളാൻ, നീ ഇവിടുന്ന് വിട്ടോ, സ്ഥലം വിട്ടോ എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ അങ്ങനെ വിളിച്ച് മാറ്റിയനെ കരുതേണ്ട ഉത്തരവാദിത്വം പിന്നെ ആർക്കാണ്? അത് ദൈവത്തിന് തന്നെ, അല്ലേ? അപ്പോൾ നാം തന്നെ ഒന്ന് സ്വയം വിലയിരുത്തി നോക്കണം. നമ്മൾ ശരിക്കും വിലയിരുത്തി നോക്കണം നമ്മുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച്. അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്ന ശേഷം, ദൈവം വിളിച്ച് മാറ്റിയ ശേഷം അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളെയും നാം പലപ്പോഴും ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറം നന്നായിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സാക്ഷ്യങ്ങൾ പറയാൻ കഴിയുന്നുണ്ട്. നമ്മളത് കേട്ടിട്ടുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ ഒരു കരുതൽ, അല്ലേ? അപ്പോൾ എബ്രഹാമിനെ മാറ്റി വിളിച്ച് വരുത്തിയ കർത്താവ് എബ്രഹാമിനെ കരുതിയ വിധങ്ങളൊക്കെ നമുക്ക് അറിയാം, അല്ലേ? അതുപോലെ തന്നെയാണ് മോശയുടെ കീഴിൽ ഇസ്രായേലിനെ മോശയുടെ കൈക്കീഴിൽ
മരുഭൂമിയിൽ ചെങ്കടലിൽ കടത്തിക്കൊണ്ടുവന്ന വിധങ്ങൾ ഇത്രമാത്രം അത്ഭുതകരമായ രീതിയിലാണ് കർത്താവ് അവിടെ കരുതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ. ആ വിധങ്ങളെല്ലാം നമ്മൾ ഓർക്കണം. ശരിക്കും മന്ന നൽകി, കാടപ്പക്ഷി നൽകി, പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിച്ച് നൽകി. മനസ്സിലാക്കുക, ഇതൊക്കെ മന്ന നൽകുക എന്ന് പറഞ്ഞാൽ മന്ന ഒന്നും കാണാത്ത അല്ലെങ്കിൽ കാണപ്പെടാത്തൊരു ഭക്ഷണ വസ്തുക്കൾക്ക് തന്നെയാണ്. ആ മന്ന അടക്കം നൽകി കർത്താവ് അവരെ കരുതി എന്നുള്ളത് വലിയൊരു സത്യമാണ്. തുടർന്ന് നമുക്ക് നോക്കാം. അപ്പ, വിറകും തീയും ഉണ്ട്. എന്നാൽ യാഗത്തിന് കുഞ്ഞാട് എവിടെ എന്ന് ചോദിച്ച ഇസ്ഹാക്കിനോട് എബ്രഹാം കൊടുത്ത മറുപടി എന്താ? മറുപടി വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. അപ്പ, വിറകും തീയുമുണ്ട്, എന്നാൽ യാഗത്തിനുള്ള കുഞ്ഞാട് എവിടെ? അവിടെ എബ്രഹാം കൊടുത്ത മറുപടി ഇതാണ്: ദൈവം കരുതും. അല്ലേ? വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതൊരു വിശ്വാസമാണ്. വാക്ക് പറഞ്ഞവനോടുള്ള വിശ്വാസം. നിന്റെ മകനെ വലിയൊരു ജനതയാക്കും എന്ന് പറഞ്ഞത് പിതാവായ ദൈവമാണ്. അപ്പോൾ ദൈവം കരുതുമെന്ന് ഉറച്ച് വിശ്വസിച്ച ആ വിശ്വാസം, അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമായിട്ടാണ്. ആ വിശ്വാസത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, ആ വിശ്വാസം മൂലം ദൈവം എബ്രഹാമിനെ കരുതി എന്നുള്ളതാണ്. അല്ലേ? എബ്രഹാമിന് യാഗമർപ്പിക്കാൻ ഒരു ആടിനെ കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ആശ്രയിക്കാനായിട്ട് മൂക്കിൽ ശ്വാസം മാത്രമുള്ള മനുഷ്യൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. മനുഷ്യനല്ല, മറിച്ച് സർവവും സൃഷ്ടിച്ച സർവത്തിനും അധിപതിയായ ദൈവമാണ് ഉള്ളത് എന്ന് നാം മനസ്സിലാക്കണം. യേശുവിൽ ദൈവം നമുക്ക് എല്ലാം നിവർത്തിച്ച് തരുമെന്നുള്ളത് നാം നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കണം. ഫിലിപ്പിയർ 14:19 ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോട് തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ഇതാണ് കർത്താവിൻ്റെ വാഗ്ദാനം. വാഗ്ദത്തിൽ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. മത്തായി 6:25 ഇങ്ങനെ പറയുന്നുണ്ട്: അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും നീ വിചാരപ്പെടരുത് എന്നാണ് പറയുന്നത്. ആഹാരത്തെക്കാളും ജീവനും ഉടുപ്പിനേക്കാളും ശരീരവും വലുതല്ലോ എന്ന് പറയുന്നു. അല്ലേ? മത്തായി 6:33-34 ഇത് പറയുന്നുണ്ട്: നമുക്ക് ഭക്ഷണവും വസ്ത്രവും എല്ലാം ആവശ്യമാണെന്ന് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന് അറിയാം. ഇവിടെ പറയുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നാണ് പറയുന്നത്. അല്ലേ? പലപ്പോഴും പ്രയാസങ്ങൾ വരുമ്പോൾ ചിന്തിക്കണം, നമ്മുടെ പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ ഒക്കെ. ആവർത്തന പുസ്തകം 8:2-5 ഇങ്ങനെ പറയുന്നുണ്ട്: നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. എന്താണ് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത്? അറിവാനായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വിങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളേണം. ഇത് മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനതയോട് പറഞ്ഞതാണെങ്കിലും, ഇസ്രായേൽ ജനതയോട് പറഞ്ഞതാണെന്ന് നമുക്കിവിടെ പറയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും അത്ഭുതകരമായ രീതിയിൽ, എന്നാൽ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കാറില്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ലാത്ത മന്ന ഇസ്രായേലിയർക്ക് ലഭിച്ചെങ്കിൽ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കൂട്ടായ്മ, പരിശുദ്ധാത്മാവിൻ്റെ കരുതൽ
ഇവ ലഭിച്ചിട്ടില്ലേ? കർത്താവിൻ്റെ പുറകെ പോയാൽ വഴിയിൽ ഉപേക്ഷിക്കുന്നൊരു ദൈവമല്ല നമുക്കുള്ളത് എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കണം, നമ്മളെപ്പോഴും മനസ്സിലാക്കണം, എപ്പോഴും വിശ്വസിക്കണം. യേശയ്യ 46:4 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുമ്പോഴും ഞാൻ നിങ്ങളെ ചുമന്നിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് ജനിപ്പിക്കുക മാത്രമല്ല, സൃഷ്ടിക്കുക മാത്രമല്ല, നരച്ചാലും കരുതുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിലേക്ക് നോക്കിയാൽ മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്നും അവർക്ക് വേണ്ടി ആയുസ്സും ബലവും ചെലവഴിച്ചു വയ്യാതാകുമ്പോൾ ഒന്നുകിൽ എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും വൃദ്ധസദനത്തിൽ അല്ലെങ്കിൽ വഴിയിൽ ഇറക്കി വിടും. പക്ഷെ ഒരുപാട് പേരുണ്ട് കേട്ടോ, അതൊക്കെ അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മുടെ കർത്താവ് പറയുന്നത് അവിടുന്ന് നമ്മളെ ചുമക്കുമെന്നാണ് അല്ലേ. നരച്ചാലും നമ്മളെ ചുമക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. യേശയ്യ 49:15 ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. മനസ്സിലായി? ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അമ്മ എന്ന് പറയുന്നൊരു പദവി, ആ നാമം വളരെയേറെ മഹത്തമായതല്ലേ. മഹത്തമായ പദവിയാണ്. നൊന്ത് പ്രസവിച്ച് സ്വന്തം മാറിലെ ജീവാമൃതം ഊറ്റിത്തന്ന് മലവും മൂത്രവും ഒക്കെ വൃത്തിയാക്കി കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി അമ്മേ എന്നുള്ള ആദ്യ വിളിയിൽ അന്ന് വരെ അനുഭവിച്ച സകല വേദനകളും കഷ്ടപ്പാടുകളും മറന്ന് സന്തോഷിക്കുന്ന ആ ഒരു സ്നേഹം, അതാണ് അമ്മ. എന്നാൽ ചില അമ്മമാരുണ്ട്, അവരുടെ കുഞ്ഞിന് പ്രസവത്തിലൂടെ ജനിക്കാനുള്ള അവകാശമില്ല. ചില കാരണവശാലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ചില അമ്മമാരുടെ കാര്യം ഞാൻ പറയാം. കാരണം അവർക്ക് വേദന സഹിക്കാൻ തയ്യാറല്ല അവർ. അതിനായിട്ട് അവർ സിസേറിയൻ ചെയ്യുന്നു. നിവൃത്തിയോടുകൊണ്ട് സിസേറിയൻ ചെയ്യുന്ന ആളുകൾ വേറെ ഉണ്ട് കേട്ടോ, അവരൊന്നും പെടുത്തണ്ട. പിന്നെ കൂടാതെ നല്ല നക്ഷത്രം നോക്കി, നല്ല ദിവസം നോക്കി, ജാതകം സൃഷ്ടിച്ച് അല്ലെങ്കിൽ ജാതകം എഴുതിച്ച് അത് അനുസരിച്ച് പ്രസവത്തെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ സിസേറിയൻ ചെയ്തെടുക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതിനുശേഷം അവർ ആ സ്വന്തം കുഞ്ഞിന് പിന്നെ മുലയൂട്ടൂല, കാരണം തൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത. ആ കുഞ്ഞുങ്ങളിൽ ലാക്ടോജനും സെറിലാക്കും മറ്റും നൂർന്ന് വളരുന്നു. ഈ കുഞ്ഞിന് മാതൃത്വം എന്താണെന്ന് അറിയുമോ? അവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അവൻ അമ്മയെ സ്നേഹിക്കുമോ? ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നത് മുലയൂട്ടാത്ത സ്ത്രീകളിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു അമ്മയുണ്ടല്ലോ, കഷ്ടതകളൊക്കെ സഹിച്ച് വേദനിച്ച് എല്ലാം നമ്മളെ സൃഷ്ടിച്ച അല്ലെങ്കിൽ നമ്മളെ പ്രസവിച്ച അമ്മ, ആ അമ്മ മറക്കുമോ? മറക്കാം. ആ അമ്മ പോലും മറക്കാം, എന്നാൽ പോലും ഞാൻ മറക്കില്ല എന്നാണ് നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത്. നമ്മുടെ വിഷയം കർത്താവിൻ്റെ കരുതലാണ്. അതിനാ നാം ചിന്തിച്ച ആ യാഥാർത്ഥ അമ്മ മറന്നാലും നമ്മുടെ കർത്താവ് നമ്മെ മറക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് മനുഷ്യൻ്റെ ഉറപ്പല്ല, നമ്മുടെ കർത്താവിൻ്റെ ഉറപ്പാണ്. പാഴാകില്ല. നിന്റെ പാവം എത്ര കടും ചുവപ്പായിരുന്നാലും അത് മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കി തരാമെന്ന് പറഞ്ഞ കർത്താവാണ്. നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഭക്ഷണം നൽകുന്ന ദൈവം, നരച്ചാലും ചുമക്കുന്ന ദൈവം, അമ്മ മറന്നാലും മറന്നിടാത്ത സ്നേഹം, പാവങ്ങളെ ക്ഷമിക്കുന്നൊരു ദൈവം, ജീവന് നൽകുന്ന സ്നേഹം, ബുദ്ധിമുട്ടുകളൊക്കെയും തൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം പരിഹരിക്കുന്ന ദൈവം. ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, ഒരു കരുതാം, ആശ്രയം വെക്കാം. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയം വെക്കാം. തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കർത്താവ് പറയാണ്, തൻ്റെ വചനം പറയാണ്, തന്നെ സ്നേഹിക്കുന്നവർ കർത്താവ് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുവൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന വിധത്തിൽ നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, നമുക്ക് സ്തുതിക്കാം. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, കരുതുന്നവൻ ഞാനല്ലയോ,
കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വം എടുക്കട്ടെ. ദൈവം നമ്മെ ഒരിക്കലും കരുതില്ല, ഒരിക്കലും കൈവിടില്ല. കരുതുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന പ്രോഗ്രാമിലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക, പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരുതലിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ദൈവം അനുവദിച്ചാൽ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമുക്ക് വീണ്ടും നമുക്ക് പരസ്പരം ഓർക്കാം. ദൈവനാമം മാത്രം മഹത്വം എടുക്കട്ടെ. ആമേൻ.